നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് സംഗീത സംവിധായകൻ AR റഹ്മാന്റെ വിവാഹമോചന വാർത്ത പുറത്തെത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ സൈറ ഭാനുവായിരുന്നു ആദ്യം വിവാഹമോചന വാർത്ത ആരാധകരുമായി പങ്കിട്ടത്. പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്നാണ് സൈറ തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നാലെ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ റഹ്മാനും വേർപിരിയൽ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോഴിതാ ഇരുവരും തമ്മിൽ അനുരഞ്ജനത്തിന് സാധ്യതയുണ്ടെന്ന് പറയുകയാണ് സൈറ ഭാനുവിന്റെ അഭിഭാഷക വന്ദന ഷാ. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വന്ദന ഇതേക്കുറിച്ച് പറഞ്ഞത്. കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നായിരുന്നു വന്ദനയുടെ മറുപടി. കുട്ടികളിൽ ചിലർ മുതിർന്നവരാണ്, ആരുടെ ഒപ്പം നിൽക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം. ജീവനാംശം സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തമായ മറുപടി നൽകാതിരുന്ന അഭിഭാഷക സൈറയ്ക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങളില്ലെന്ന് വ്യക്തമാക്കി. വർഷങ്ങളോളമുള്ള വൈകാരിക സമ്മർദ്ദത്തിന് ശേഷമാണ് സൈറ വേർപിരിയാനുള്ള പ്രയാസകരമായ തീരുമാനമെടുത്തതെന്ന് വന്ദന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. AR റഹ്മാനും ഭാര്യ സൈറ ഭാനുവിന്റെയും വിവാഹമോചനത്തിനായി ഒരുങ്ങിയപ്പോൾ അവരെ സഹായിക്കുന്നത് അഭിഭാഷകയായ വന്ദന ഷായാണ്. ഏറെ വിഷമത്തോടെ എടുത്ത തീരുമാനമെന്നാണ് സൈറ ഭാനു വ്യക്തമാക്കിയത്. പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്ന് പ്രസ്താവനയിൽ പറയുന്നു. രണ്ടുപേരിൽ ആർക്കും ഇത് നികത്താൻ പറ്റുന്നില്ലെന്നും വേദനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്. പൊതുജനം സ്വകാര്യതയിലേക്ക് കടക്കരുത് എന്നും ഈ വിഷമഘട്ടം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ആണ് പ്രസ്താവനയിൽ സൈറ ഭാനു പറയുന്നത്. അതേസമയം വിവാഹമോചന പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ റഹ്മാൻ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെ തന്റെ വിവാഹമോചനം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ റഹ്മാന്റെ വിവാഹമോചനത്തിന് കാരണം മോഹിനിയുടെയുമായുള്ള ബന്ധമാണെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ചൂടുപിടിച്ചു. എന്നാൽ റഹ്മാന്റെയും സൈറയുടെയും വിവാഹമോചനത്തിന് ഇതുമായി യാതൊരു ബന്ധവും ഇല്ലെന്നാണ് അഭിഭാഷക അറിയിച്ചത്. കൊൽക്കത്ത സ്വദേശിയാണ് 28-കാരിയായ മോഹിനിയുടെ. AR റഹ്മാനൊപ്പം നിരവധി രാജ്യങ്ങളിലായി 40-ലേറെ ഷോകളിൽ മോഹിനി പങ്കെടുത്തിട്ടുണ്ട്. വിവാദങ്ങൾക്ക് പിന്നാലെ മോഹിനി തന്നെ രംഗത്തെത്തിയിരുന്നു. ഇത്തരം വൈകാരിക കാര്യങ്ങളിൽ ആളുകൾക്ക് സഹതാപമോ സഹാനുഭൂതിയോ ഇല്ലെന്ന് കാണുന്നത് നിരാശാജനകമാണ്. ആളുകളുടെ മാനസികാവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നുന്നു. റഹ്മാൻ ഒരു ഇതിഹാസമാണ്. അദ്ദേഹം എനിക്ക് പിതാവിനെ പോലെയാണ്. എന്റെ കരിയറിലും വളർച്ചയിലും നിർണായക പങ്കുവഹിച്ച നിരവധി റോൾ മോഡലുകളും പിതാവിന് തുല്യ വ്യക്തിത്വങ്ങളും ജീവിതത്തിൽ തനിക്കുണ്ടെന്നും മോഹിനി പറഞ്ഞിരുന്നു. 1995-ലാണ് റഹ്മാനും സൈറ ഭാനുവും വിവാഹിതരായത്. തന്റെ അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയത് എന്നും AR റഹ്മാൻ മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൈറയെ വിവാഹം ചെയ്യുമ്പോൾ റഹ്മാന് 27 വയസ്സും സൈറയ്ക്ക് 21 വയസ്സായിരുന്നു പ്രായം. 3 മക്കളാണ് ഇരുവർക്കുമുള്ളത്. ഖദീജ റഹ്മാൻ, AR അമീൻ, റഹീമ റഹ്മാൻ എന്നിവരാണ് മക്കൾ. ഖദീജ ഇതിനകം തന്നെ സംഗീത സംവിധാന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. 57-കാരനാണ് AR റഹ്മാൻ. കരിയറിൽ ഇന്നും സജീവ സാന്നിധ്യമാണ്. മണിരത്നം സംവിധാനം ചെയ്ത 1992-ൽ പുറത്തിറങ്ങിയ റോജ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി കരിയർ ആരംഭിച്ച AR റഹ്മാൻ സ്ലം ഡോഗ് മില്ലിയനർ എന്ന സിനിമയിലൂടെയാണ് ഓസ്കാർ നേടിക്കൊടുക്കുന്നത്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, നാഷണൽ ഫിലിം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.